കൊച്ചിയിൽ നിന്ന് ഇന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രതികരണമുണ്ട്. അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കൊച്ചി മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ പിന്തുണച്ചു എന്ന് കൊച്ചി മേയർ വി.കെ. മിനിമോൾ. സഭാ നേതൃത്വം തനിക്കായി സംസാരിച്ചു. ലത്തീൻ സഭയുടെ ഉറച്ച ശബ്ദത്തിന്റെ തെളിവാണ് തന്റെ മേയർ പദവിയെന്നും KRLCC ജനറൽ അസംബ്ലിയിൽ വെച്ച് മിനിമോൾ പറഞ്ഞു. ഞാനിന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലത്തീൻ സമുദായത്തിൻ്റെ ഒരു ഉറച്ച ശബ്ദം സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിൽ ഉയർന്നതിൻ്റെ തെളിവാണ് എൻ്റെ ഈ കൊച്ചി മേയർ എന്ന പദവി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. എല്ലാ പിതാക്കന്മാരും ഇതിൽ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം. എല്ലാവരുമുള്ള നന്ദി ഞാൻ ഈ അവസരം രേഖപ്പെടുത്തുകയാണ്. എന്നാൽ പ്രതികരണം വിവാദമായതിന് പിന്നാലെ തിരുത്തലുമായി മേയർ രംഗത്തെത്തി. എല്ലാ സമുദായത്തിന്റെയും പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന് വി.കെ. മിനിമോൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. യഥാർത്ഥത്തിൽ ഞാൻ എല്ലാ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും കൊച്ചിയുടെ മേയർ എന്ന രീതിയിൽ എനിക്ക് ഈ അവസരം ലഭിച്ചത് എല്ലാ സമുദായത്തിൻ്റെയും എല്ലാ പൊതുജനങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ്. എന്നെ ജയിപ്പിച്ച ജനങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ചെല്ലുമ്പോഴും എല്ലാവരും നന്ദി പറയാറുണ്ട്. അതേപോലെ തന്നെ വളരെ ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ അഭിമന്യ പിതാക്കന്മാരുടെ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു നന്ദി പറഞ്ഞതാണ്. അത് വലിയ വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. സജോ ദേവസ്യ ചേരുന്നു. സജോ, വിവാദം കൂടുതൽ പ്രചരിക്കുന്നതിന് മുൻപും കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നതിന് മുൻപുമൊക്കെ മേയർ അതങ്ങ് തിരുത്തി പറഞ്ഞു അല്ലേ? റോഷ്നി, അങ്ങനെ തന്നെയാണ്. അതായത് വലിയ തോതിൽ ഉറപ്പായും ചർച്ചയാകും. കാരണം കൊച്ചി കോർപ്പറേഷൻ മേയർ പദവി സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ ഉണ്ടായതാണ്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന് ആ പദവി ലഭിക്കാതെ പോയി. സമുദായ പരിഗണന എന്ന ആവശ്യത്തിലേക്ക് പോയി. ആ കാര്യത്തിലാണ് പരസ്യമായി തുറന്നു സമ്മതിക്കുന്ന നിലയാണ് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ ജനറൽ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മേയർ നടത്തിയത്. എന്താണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം? അവർ പറഞ്ഞത് തനിക്ക് മേയർ പദവി കിട്ടാൻ ലത്തീൻ സഭ ഇടപെട്ടു, പിതാക്കന്മാർ സംസാരിച്ചു, അങ്ങനെ സംഘടനാ ശക്തി കൊണ്ട് ലഭ്യമായി എന്ന പ്രതികരണം അവർ നടത്തുകയാണ്. അതിന് സഭാ നേതൃത്വത്തോട് നന്ദി പറയുന്നു. സഭയുടെ ഇത്തരത്തിലുള്ള ഉറച്ച ശബ്ദം, ഇടപെടൽ ഒക്കെയാണ് തുണയായത് തനിക്ക് എന്നവർ തുറന്ന് സമ്മതിക്കുകയാണ്. അതായത് സമുദായ ഇടപെടൽ കൊണ്ട് തനിക്ക് മേയർ പദവി കരഗതമായി എന്ന പ്രതികരണമാണ് അവർ നടത്തിയത്. അതിന്മേൽ സ്വാഭാവികമായും സഭാ നേതൃത്വം പ്രതികരിച്ചത് സഭാംഗമായ ഒരാൾക്ക് ഉയർന്നു വരാനുള്ള ഒരു അവസരത്തിന് വേണ്ടി ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാകാം. അത്ര മാത്രമേ അതുള്ളൂ. പ്രാതിനിധ്യത്തിനു വേണ്ടിയുള്ള ആവശ്യമാണ്. അതിൽ പരം മറ്റെന്തെങ്കിലും ഒരു സമ്മർദ്ദമായിട്ടല്ല കണക്കാക്കേണ്ടത് എന്ന പ്രതികരണമാണ് അവർ നടത്തിയത്. ഇത് ചർച്ചയായതിന് പിന്നാലെയാണ് മേയർ തന്നെ അത് തിരുത്തി പറയുന്നത്. താൻ എല്ലാ വിഭാഗങ്ങൾക്കും നന്ദി പറഞ്ഞു. അക്കൂട്ടത്തിൽ പറഞ്ഞതാണ്, ആ പരിപാടി ആയതുകൊണ്ട് ലത്തീൻ സഭയ്ക്ക് നന്ദി പറഞ്ഞതാണെന്ന് വിശദീകരിക്കുകയാണ് അവർ. ഓക്കെ, അപ്പോൾ നിലവിലെ മേയറുടെ പ്രതികരണമാണ് സജോ ദേവസ്യ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്.